ഹായ്, ഞാൻ പ്രതാപൻ. ഈ വീഡിയോയിലൂടെ എക്സലിൻ്റെ വർക്ക്ഷീറ്റ് റെഫറൻസിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വർക്ക് ബുക്കിൻ്റെ റെഫറൻസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അവിടെ നമ്മൾ മനസ്സിലാക്കിയ ഒരു പ്രധാന കാര്യം, ഒരു സോഴ്സ് ഫയലും ഡെസ്റ്റിനേഷൻ ഫയലും നമ്മൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. സോഴ്സ് ഫയലിൽ എന്ത് ചേഞ്ചസ് വരുത്തുന്നുണ്ടോ അത് നമ്മുടെ ഡെസ്റ്റിനേഷനായിട്ടുള്ള ഫയലുകളിൻ്റെ അകത്തും റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഒരു സംവിധാനം തന്നെയാണ് ഇവിടെ വർക്ക്ഷീറ്റ് റെഫറൻസ് കൊണ്ടും ഉദ്ദേശിക്കപ്പെടുന്നത്. ഒരു ഷീറ്റിൽ തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന ഇൻഫർമേഷൻസ് കോപ്പിയോ പേസ്റ്റോ കൂടാതെ മറ്റൊരു ഷീറ്റിൽ ഉപയോഗിക്കപ്പെടേണ്ടി വരുന്ന സന്ദർഭത്തിൽ സോഴ്സ് ഷീറ്റായിട്ടുള്ള വർക്ക്ഷീറ്റായിട്ടുള്ളവയിൽ നിന്ന് എന്ത് മാറ്റം വരുത്തുന്നോ ഓട്ടോമാറ്റിക്കലി ഡെസ്റ്റിനേഷനായിട്ടുള്ള വർക്ക്ഷീറ്റിനകത്ത് നമുക്ക് മാറ്റം വരുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ദയവായി നിങ്ങൾ എൻ്റെ വീഡിയോ പൂർണ്ണമായിട്ട് വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരോടും പറയുക എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കാനായിട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം വീഡിയോയ്ക്ക് താഴെ. അതേപോലെ തന്നെ നിങ്ങളിൽ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ മൊബൈലിലുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷനായിട്ട് നമുക്ക് ബെൽ ബട്ടൺ കൂടി യൂട്യൂബിലെ പ്രോഗ്രാമിൽ കാണപ്പെടുന്ന ബെൽ ബട്ടൺ കൂടി നിങ്ങൾ ഓണാക്കിയിടുക. വർക്ക്ഷീറ്റ് റെഫറൻസിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, ഇവിടെ നമ്മളൊരു ഫോർമുലയായിട്ടാണ് എഴുതേണ്ടത്. വർക്ക്ഷീറ്റിൻ്റെ നെയിം യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ളത് നെയിം കൊടുക്കാം. അതേപോലെ തന്നെ കമ്പ്യൂട്ടർ ഡിഫൈൻ ചെയ്യുന്ന നെയിമും ഉണ്ട്. എക്സൽ തുറക്കുമ്പോൾ തന്നെ നമ്മൾ കാണാറുണ്ട് 3 ഷീറ്റുകൾ അവിടെ കാണുന്നുണ്ട്. അതിൻ്റെ ഷീറ്റിൻ്റെ പേരുകൾ, അതായത് ഷീറ്റുകളെ നമ്മൾക്ക് നമ്മുടെ നോട്ട്ബുക്കിലെ പേജുകളായിട്ട് കൺസിഡർ ചെയ്യാം. ആ പേജിനകത്ത് ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 എന്നിങ്ങനെ ഓരോ നെയിമുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ നെയിം നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്നുണ്ട്. അത് കഴിഞ്ഞൊരു വീഡിയോയിൽ അതിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ അത് വാച്ച് ചെയ്താൽ മതിയാവും. ഷീറ്റിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് അതിനകത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഇവിടെയും നമുക്ക് ഷീറ്റിൻ്റെ നെയിം യൂസറിന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക്ഷീറ്റിൻ്റെ പേര് അതായിരിക്കും. പിന്നീട് ആ വർക്ക്ഷീറ്റിനെ നമ്മൾക്ക് മറ്റൊരു ഷീറ്റിലേക്ക്, നമുക്ക് ആ ഒരു ഷീറ്റിൽ തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന ഇൻഫർമേഷൻസ് പൂർണ്ണമായിട്ടും കോപ്പി പേസ്റ്റും സഹായമില്ലാതെ ഡയറക്റ്റ്ലി ഒരു ഫോർമുലയുടെ സഹായത്തിൽ നമുക്ക് എടുക്കാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്ന ഒരു ഫോർമുല എക്സലിനകത്ത് കൺസിഡർ ചെയ്യുന്നത് മസ്റ്റായിട്ട് നമ്മൾ ഈക്വൽ സിമ്പലിലായിരിക്കണം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ എക്സൽ അതൊരു ഫോർമുലയാണ് അല്ലെങ്കിൽ നമ്മൾ ഇക്വേഷനാണ് എഴുതാൻ പോകുന്നതെന്ന് എക്സലിന് മനസ്സിലാവുകയുള്ളൂ. കാരണം കമ്പ്യൂട്ടറിനകത്ത് ഡേറ്റ എന്ന് പറയുന്ന ഒരു സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരാളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നിരവധി ഡേറ്റകൾ നമ്മൾ കൈകാര്യം ചെയ്യും, നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെ പേര്, നമ്മുടെ വയസ്സ്, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ ഫോൺ നമ്പർ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും, അതുപോലെ തന്നെ പലതരത്തിലുള്ള വിവരങ്ങൾ നമ്മൾ നോർമലി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പുതിയതായിട്ട് കാണപ്പെടുന്ന ഒരാളെ പരിചയപ്പെടുന്ന സമയത്ത് നമ്മൾ പല രീതിയിലുള്ള വിവരങ്ങൾ നമ്മൾ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. നമ്മൾ സംസാരിക്കുന്ന സമയങ്ങളിൽ പോലും പലതരത്തിലുള്ള വിവരങ്ങളാണ് നമ്മൾ ഒരാളുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത്. ഇപ്പം നമ്മൾക്ക് ആ പറയുന്ന ഓരോ വിവരങ്ങളും എന്താണെന്നും എന്തിനാണെന്നുള്ളതും വ്യക്തമായിട്ട് നമുക്കറിയാം. എക്സാമ്പിൾ, ഇപ്പോൾ ഒരാളൊരു ഫോൺ നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഫോൺ നമ്പറാണെന്നുള്ളത് അയാൾക്ക് വ്യക്തമായിട്ട് അറിയാം. മറിച്ച് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സിസ്റ്റത്തിന് ഇതെല്ലാം നമ്മൾ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു കൂട്ടം പ്രോഗ്രാമുകളാണ്. നമ്മളപ്പോൾ അവർ പ്രോഗ്രാമിനകത്ത് പറഞ്ഞിരിക്കുന്ന രീതിയിൽ വേണം ഇൻഫർമേഷൻസുകൾ കൊടുക്കാനെങ്കിൽ മാത്രമേ കമ്പ്യൂട്ടർ ആ രീതിയിൽ അത് ഉൾക്കൊള്ളത്തുള്ളൂ. അതെന്താണെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്രോഗ്രാമിലുള്ളത് എന്താണോ ആ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് വർക്ക്ഷീറ്റിനെ റെഫറൻസ് ക്രിയേറ്റ് ചെയ്യാം, അതിന് വേണ്ടിയിട്ട് ഞാൻ എക്സൽ എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് എക്സാമ്പിൾ സഹിതം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഇത് ഒരു ഷീറ്റിനകത്ത് കുറച്ച് ഇൻഫർമേഷൻസ് ഉണ്ട്. എനിക്ക് മറ്റൊരു ഷീറ്റിലേക്കാണ് ഇതിനകത്തുനിന്ന് പ്രോഡക്റ്റ് മാത്രം മതിയാവും. പ്രോഡക്റ്റിൻ്റെ ഹെഡിങ് ഏതൊക്കെ പ്രോഡക്റ്റ് ആണെന്ന് അത് മാത്രമായിട്ട് നമുക്ക് അടുത്ത ഷീറ്റിലേക്ക് വേണം. ഇതിപ്പോൾ എന്താ ചോദിക്കുന്ന, കോപ്പി പേസ്റ്റ് യൂസ് ചെയ്താൽ പോരെയെന്ന്. കോപ്പി പേസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. പക്ഷെങ്കിൽ ഇത് നമുക്ക് ഫീച്ചർ യൂസ് ഉണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന ഇൻഫർമേഷൻസിനകത്ത് മാറ്റം വരുമ്പോൾ അടുത്ത ഷീറ്റിനകത്ത് നമുക്കത് റിഫ്ലക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇൻഫർമേഷൻസിനെ വേർതിരിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിനായി ഞാൻ അടുത്ത ഷീറ്റിലേക്ക് പോവുകയാണ്. ആ ഷീറ്റിലാണ് എനിക്ക് ഈ പറയുന്ന ഇൻഫർമേഷൻസിനെ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഞാൻ അടുത്ത ഷീറ്റ് ഓപ്പൺ ചെയ്തു. ആ ഷീറ്റിൽ വിവരങ്ങളൊന്നുമില്ല, എംപ്റ്റി ആയിട്ടുള്ള ഒരു ഷീറ്റാണ്. ആ ഷീറ്റിലേക്ക് ഞാൻ വിവരങ്ങൾ എടുക്കാൻ പോവുകയാണ്. അപ്പം ആദ്യം ഈക്വൽ സിമ്പൽ കമ്പൽസറി നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അപ്പം ഷീറ്റിൻ്റെ പേരും റെഫറൻസും കൊടുക്കാൻ അറിയാവുന്ന ആളാണെങ്കിൽ ഡയറക്റ്റ്ലി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ളത്
നമ്മൾ ആ ഷീറ്റിൽ ക്ലിക്ക് ചെയ്ത് ഈക്വൽ സിംഗിൾ ടൈപ്പ് ചെയ്തതിന് ശേഷം ഏത് ഷീറ്റിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് ആണോ നമ്മൾക്ക് വേണ്ടുന്നത് ആ ഷീറ്റിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ റെഫറൻസ് ക്രിയേറ്റ് ആയിക്കൊള്ളാം. നിങ്ങൾ നോക്കിയാൽ മതി, ഫോർമുല ബാറിൽ ആ ഇൻഫർമേഷൻസ് വന്നിട്ടുണ്ട്. ഈക്വൽ സിംബലിന് ശേഷം ഞാൻ ക്രിയേറ്റ് ചെയ്ത ഷീറ്റിൻ്റെ പേരെന്താണോ ആ പേര് ഇവിടെ ഓട്ടോമാറ്റിക്കലി വന്നു കഴിഞ്ഞു. അതിനോടൊപ്പം ഒരു എക്സ്ക്ലമേഷൻ മാർക്കും ക്രിയേറ്റ് ആയി. ഇനി എന്നിട്ട് ഏത് സെല്ലിൽ നിന്നുള്ള വിവരമാണോ വേണ്ടത് ആ സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ആ സെല്ലിൻ്റെ റെഫറൻസ് അവിടെ ക്രിയേറ്റ് ആവുന്നു. സെല്ലുകൾക്കും റെഫറൻസ് ഉണ്ട്. വരുന്ന വീഡിയോകളിൽ അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ഉണ്ടാവും, നിങ്ങൾ വാച്ച് ചെയ്താൽ മതിയാവും. അപ്പോൾ അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഫോർമുലയ്ക്കകത്ത് വന്ന കണ്ടൻസ് എന്തൊക്കെയാണ്. ആദ്യം ഒരു ഈക്വൽ സിംബൽ കമ്പൽസറി വന്ന ഒരു ഫോർമുലയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഒരു പേര് ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. അത് ഞാൻ ആ ഷീറ്റിന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പേരാണ്. വർക്ക് ഷീറ്റ് റെഫറൻസ്, അതിനുശേഷം ഒരു എക്സ്ക്ലമേഷൻ മാർക്കും വന്നു. അതല്ല നിങ്ങൾ പേരൊന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിനവിടെ പേര് ഷീറ്റ് 1 ഷീറ്റ് 2 എന്നിങ്ങനെയുള്ള രീതി തന്നെ ആയിരിക്കും. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. അതിനുശേഷം ചെയ്യേണ്ടത് നമ്മൾ എൻ്റർ കീയാണ്. എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡേറ്റ അവിടെ കിട്ടി. ഇനി തുടർന്നുള്ള ഡേറ്റ വരാൻ വേണ്ടി നമ്മൾ വീണ്ടും ഫോർമുല എഴുതണമെന്നില്ല. ഈസി മെത്തേഡ്. നിങ്ങൾ ആ ഫോർമുല എഴുതിയ സെല്ല് മുതൽ എവിടം വരെയാണോ നമ്മൾക്ക് വിവരങ്ങൾ വേണ്ടത്, ഒരുപാടുണ്ടെങ്കിൽ അവിടം വരെയുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോളും ഡിയും കൂടെ പ്രസ് ചെയ്യുക. Ctrl+D. ആ വിവരങ്ങൾ നമ്മൾക്കവിടെ ലഭ്യമായി കഴിഞ്ഞു. ബാക്കിയുള്ള ആ സെല്ലിനകത്തുള്ള ഇൻഫർമേഷൻ 00 വന്നിരിക്കുന്നത് ആ പറയുന്ന പോർഷനുകളിൽ വാല്യൂ ഒന്നും ഇല്ല എന്നുള്ളതാണ്. അത് വളരെ എളുപ്പമാണ്. മറ്റൊരു പ്രത്യേകത ഞാൻ പറഞ്ഞിരുന്നു. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് സോഴ്സ് ഷീറ്റിനകത്ത് എന്ത് ചേഞ്ചസ് വരുത്തുന്നോ അത് ഓട്ടോമാറ്റിക്കലി. ഇപ്പോൾ ഇവിടെ ഡോളോ എന്നാണ് കിടക്കുന്നത്, ഞാനത് മാറ്റുന്നു. ആ സെല്ലിനകത്തെ വാല്യൂ ഞാൻ സോഴ്സിൽ പോയി മാറ്റം വരുത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് അത് പോളോയായിട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. മറിച്ച് നമുക്ക് ഫോർമാറ്റോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഇങ്ങോട്ടേക്ക് വരത്തില്ല. അതിനകത്തുള്ള ഡേറ്റകൾ മാത്രമായി നമുക്ക് ഇങ്ങോട്ടേക്ക് ഫോർമുല വഴി നമുക്ക് കണ്ടെത്താൻ കഴിയുള്ളൂ. ദയവായി നിങ്ങൾ എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുക, പൂർണ്ണമായിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിച്ചു കൊടുത്തിട്ട് അവരോടും റിക്വസ്റ്റ് ചെയ്യുക എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കാനായിട്ട്. അടുത്ത വീഡിയോയുമായി നമുക്ക് കാണാം. അപ്പോൾ ഓക്കെ.